മൊസാദ് മുജ്തബ ഖമനിയുടെ ഒളിയിടം കണ്ടെത്തിയിട്ടുണ്ട്. അത് പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ലാവിസാൻ ജില്ലയിലെ ഈ പറയുന്ന നോർത്തേൺ ടെഹ്റാനിലുള്ള പ്രദേശത്താണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ അണ്ടർഗ്രൗണ്ടിൽ വലിയ ഭൂമിക്കടിയിൽ ഏറ്റവും താഴെയായിട്ട് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് അതിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മൊസാദ് ഇയാളെ വധിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഒരു പീസ് ടോക്കിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എൻ്റെ യുറേനിയം ഇവരുടെ കയ്യിലുള്ളതൊക്കെ മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതിന് ഒരു വിഘാതം വരാതിരിക്കുകയാണ്. പക്ഷേ ഇത് ഏതെങ്കിലും നിമിഷം പാളിയാൽ ആ നിമിഷം മുജ്തബ ഖമനിയെ കൊന്നുകളയും എന്നാണ് മൊസാദ് പറയപ്പെടുന്നത്. കാരണം ഇവർ യൂസ് ചെയ്യുന്നതൊക്കെ അത്രയും വളരെ സീക്രട്ടായിട്ടുള്ള രീതിയിലാണ് ഇറാൻ ഇയാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. മൊസാദ് ഇയാളെ തീർക്കുമോ? ഇറാൻ്റെ അവസാന സുപ്രീം കമാൻഡറായിട്ട് ഇയാൾ അവസാനിക്കുമോ? അല്ല, ഈ ഖമേനി ജൂനിയർ അയാളിപ്പോൾ ജീവിച്ചിരിക്കണ്ടോ എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സംശയമാണ്. ഗുരുതര പരിക്കുകളോടെ ജീവിച്ചിരിക്കുന്നു. ഫെബ്രുവരി 28 ശേഷം അയാളെ ആരും കണ്ടിട്ടില്ല. അയാൾ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അയാളുടെ വാപ്പ മറ്റേ തന്ത ഖമേനിനെ കൊന്നു, മിസൈൽ വെച്ചിട്ട് എങ്ങനെ മയ്യത്താക്കി. അയാളുടെ ഡെഡ് ബോഡി ഇപ്പോഴും കെട്ടിപ്പൊതിഞ്ഞ് കഷ്ണം എന്തൊക്കെയായിട്ട് മിസൈലൊക്കെ ഒന്ന് പൊട്ടിച്ചാൽ അത് കെട്ടിപ്പൊട്ടി വെച്ചേക്കുക. അതുകൊണ്ടൊന്ന് അടക്കം ചെയ്യണ്ടേ, ഖബറടക്കാനായിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ അത് മാത്രമല്ല, ഇയാൾക്ക് പങ്കെടുക്കാൻ പറ്റൂല. ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഇയാൾക്ക് പരിക്ക് പറ്റിയെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം പിന്നെ കേട്ടു ഒരു വശം കംപ്ലീറ്റ് തകർന്നു പോയിന്ന് കേട്ടു. അപ്പം ഇയാൾ മരിച്ച വിവരം അവർ പുറത്തു വിടാത്തതാണോ അതോ ഈ പറഞ്ഞ പോലെ രഹസ്യ അറയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ട് മണ്ണെണ്ണകളൊക്കെ കത്തിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വളരെ ഗുരുതരമായ അവസ്ഥയിലുള്ള ഒരാൾ അതിഗുരുതരമായി പരിക്ക് പറ്റി. കാരണം ഇലക്ട്രിസിറ്റിയും ഈ ഡിജിറ്റൽ ആയിട്ടുള്ളതോ ഇല്ലെങ്കിൽ റേഡിയോ പോലും ഉപയോഗിക്കില്ല. അപ്പൊ പിന്നെ അയാൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിലായിരിക്കണം ഇപ്പൊ ഏതായാലും. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ? കാരണം ഇലക്ട്രിസിറ്റി ഒക്കെ പേടിയാണ്. മൊസാദ് അതുവഴി വല്ല ആക്രമണം നടത്തുമെന്ന് പേടിയാണ്. അത് ശരിയാണ്. പക്ഷേ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ വായിച്ചത് CBS ന്യൂസ് ഉണ്ടല്ലോ അമേരിക്കയിലത്തെ, അവർ മൊസാദിനായിട്ട് കോട്ട് ചെയ്തൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഒസാമ ബിൻ ലാഡൻ പാകിസ്ഥാനിലെ ആബട്ടാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒളിവി താമസിച്ചിരുന്നു. ഇതുപോലെ ഒരു ഭൂഗർഭ റെയിലൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിയ ഒരു ദിവസമാണ് അയാളെ വീട്ടിൽ പോയി മറ്റേ അമേരിക്കൻ നേവൽ കമാൻഡോസ് സീൽ എന്ന് പറഞ്ഞ SEAL സീൽ കമാൻഡോസ് വെടിവെച്ചു വന്നിട്ട് അയാളെ കൊന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് അറിയില്ല. ഡെഡ് ബോഡി കടലിൽ കൊണ്ട് മുക്കിയതൊക്കെയാണ്, കത്തിച്ച് കളഞ്ഞു. അതെ, ഷിപ്പിൽ വെച്ച് കത്തിച്ച് കരി കടലിലേക്ക് കളഞ്ഞു എന്നാ പറയുന്നത്. കഷ്ടം. അല്ല, ഈ ചില സമയത്ത് അവനവൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം ഇങ്ങനെയാണ് തിരിച്ചു വരണേ. അപ്പം ഇതിൽ ഈ മുസ്തഫ ഖമേനിയുടെ കാര്യം ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം അവയ്ക്ക് ഇത്രമാത്രം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അയാളെ ഏതെങ്കിലും വിദഗ്ധ ചികിത്സ 24 മണിക്കൂർ ലഭ്യമായിട്ടുള്ള ആശുപത്രിയിൽ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൽ ഒക്കെയാണ് കൊണ്ടുവയ്ക്കുക. ഈ ഭൂമിയുടെ അറയിൽ ആരെയും അങ്ങനെ ഇതുപോലെ പരിക്ക് പറ്റിയ ഒരാളെ കൊണ്ട് പാർപ്പിച്ചിട്ടില്ല. അവർ പറയുന്നുണ്ട് ഖമേനി ജൂനിയർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അയാൾ പൊതുവേദിയിൽ വന്നിട്ടില്ല. പിന്നെ അത് അയാളുടേതായി ഇഷ്യൂ ചെയ്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ വേറെ ആരോ ഇഷ്യൂ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് അവർ ഒളിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ഒന്നിലും മരിച്ചു, മിക്കവാറും മരിച്ചിരിക്കാനാണ് സാധ്യത 75%. ബാക്കിയുള്ള 25% ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഈ മറ്റേ അന്തം കമ്മികൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കുമാണ് ഇയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനായിട്ടുള്ള ഒരു ആവേശം കാണുന്നത്. ഇപ്പം പണ്ട് ഇതുപോലെ ദാവൂദ് ഇബ്രാഹിം ഇല്ലേ, ഇന്ത്യയുടെ ഏറ്റവും വലിയ, അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള ഭീകരവാദി എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അയാൾ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ കറാച്ചിയിൽ ക്ലിഫ്റ്റൺ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അയാളുടെ ബംഗ്ലാവിൽ അയാൾ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. CIA വിചാരിച്ചിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അയാളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാം അയാൾക്ക് അസുഖമാണ്, അയാൾ പ്ലാസ്റ്റിക് സർജറിയൊക്കെ നടത്തി മുഖമൊക്കെ മാറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ മറ്റേ നമ്മുടെ ഈ
രാം ജന്മഭൂമി ക്ഷേത്രം അവിടെ ഒരു തർക്കമന്ദിരം ഉണ്ടായിരുന്നല്ലോ, അത് തകർത്തതിന് ശേഷം ദാവൂദ് ഇബ്രാഹിമിനെ ആരും പുറത്ത് കണ്ടിട്ടില്ല മീൻസ് പത്രങ്ങളിലൊന്നും അയാളുടെ ഫോട്ടോ വന്നിട്ടില്ല. പണ്ടൊക്കെ അയാൾ ക്രിക്കറ്റ് മത്സരമൊക്കെ കാണാനായിട്ട് വന്നിരിക്കുകയായിരുന്നു. ഇപ്പം അതുപോലും ഇല്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയണു. അപ്പം അതേപോലെ ഇയാൾ എവിടെയെങ്കിലും പക്ഷേ ഈ ഫെബ്രുവരി 28 നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇയാൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇയാളുടെ കാരണവര് ചത്തുപോയ പോലെ ഇയാൾക്കും അതുപോലെ അത്ര ഗൗരവമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആശുപത്രിയിലാണ് ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു, റഷ്യയിലെ മോസ്കോയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണെന്നൊരു വാർത്ത വന്നിരുന്നു. അത് എനിക്കെന്തോ അന്നും അത്ര വിശ്വാസമായില്ല. അതൊക്കെ അവിടെ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോണ്ടേനെ, മോസ്കോ വരെ കൊണ്ടുപോകാനായിട്ട് ഫ്ലൈറ്റ് പറന്നത് പൊങ്ങുമ്പോ തന്നെ ഇസ്രായേൽ അടിച്ച് താഴെ ഇടൂലേ? ഇനി മണ്ണിനടിയിൽ കൂടെ തുറന്നുമല്ലോ കുറച്ച് വരെ പോയെന്നറിയില്ല. തുറക്കാൻ അവർ മിടുക്കന്മാരാണ്. കാരണം കാശ്മീരിലൊക്കെ അവർ ഭൂമി തുറന്നല്ലേ ഈ തീവ്രവാദികൾ അകത്തേക്ക് കയറണം. കാശ്മീർ ഭീകരവാദികളൊക്കെ ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് കയറുന്ന ഭൂമി തുറന്നിട്ടാണ്, തരംഗം ഉണ്ടാക്കിയിട്ടാണ്. അപ്പം അങ്ങനെ വല്ലതും ചെയ്തിരിക്കാനും സാധ്യതയുള്ളൂ. പക്ഷെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ മൊസാദിൻ്റെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും. അത് നമുക്ക് റിപ്പോർട്ടർമാരും ഇല്ലല്ലോ. ഈ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് മുഴുവൻ പാശ്ചാത്യ മീഡിയനെയാണ്. പിന്നെ ഇറാനിൽ സ്വതന്ത്ര വാർത്താ ചാനലുകളോ സ്വതന്ത്ര മീഡിയ ഒന്നുമില്ല. എല്ലാം മറ്റേ ഇസ്ലാമിക് തീവ്രവാദികളുടെ തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് വാർത്ത എഴുതിക്കുന്നത് അവരെ കൊണ്ട്. പിന്നെ ഉള്ളത് ചുമ്മാ പടച്ചുവിടുന്ന വാർത്ത ആണെങ്കിൽ അൽ ജസീരയാണ് കാണുന്നത്. അൽ ജസീര വേണ്ടി വന്നാൽ പറയും മറ്റേ തന്തക്കൊമ്മിന് ചത്തിട്ടില്ല എന്ന് വേണേൽ പറയും അവർ വേണമെങ്കിൽ. അത് എന്തായാലും ഈ ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് മുസ്തഫ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏത് നിമിഷവും വധിക്കപ്പെടാം. ഈ മൊസാദിൻ്റെ തോക്കിൻ തുമ്പിലാണ് മുസ്തഫ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഉടനെ തന്നെ സംഭവിക്കുമായിരിക്കും. ഏതായാലും ഇറാൻ വെറുതെ വിടില്ല. കാരണം ഡെത്ത് ടു ഇസ്രായേലിൽ നിന്ന് ഡെത്ത് ടു അമേരിക്ക എന്ന് പറയുന്ന ഒരാളിനെ സാധാരണഗതിയിൽ മൊസാദ് ബാക്കി വെക്കാൻ സാധ്യതയില്ല. പക്ഷെ അയാൾ ജീവിച്ചിരിക്കണ്ടേ, അയാളെ കൊല്ലണമെങ്കിൽ അയാൾ ജീവിച്ചിരുന്നാലേ പറ്റുള്ളൂ. അധികം വൈകാതെ എന്തായാലും മുസ്തഫയുടെ മരണവാർത്ത പുറത്തേക്ക് വരുമായിരിക്കും. ഏതായാലും CIA-യും മൊസാദും ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര സമയം എന്നുള്ളത് മാത്രമാണ്. ഏതായാലും ഈ പീസ് ടോക്കിൻ്റെ അന്ത്യം മുസ്തഫയുടെ അന്ത്യമായിരിക്കാം അല്ലേ സർ? അതെ, അത് ഒന്നാമത്തെ ഇറാനിൽ ഒരു നേതൃത്വ നിരയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്. അവിടെ ഇപ്പോൾ പേരിനൊരു പ്രസിഡൻ്റ് ഉണ്ട്, പെസഷ്ക്യാൻ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്, വിദേശകാര്യമന്ത്രിയുണ്ട്. പക്ഷേ യഥാർത്ഥ ഭരണം കൈയാളുന്ന ആരാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഏതായാലും ഖൊമേനിയുടെ കാര്യം വി ക്യാൻ റൂൾ ഔട്ട്, അയാളല്ല. പിന്നെ ഉള്ളത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ കമാൻഡറാണ്. ഇതിന് മുമ്പത്തെ കമാൻഡർ അവർ കൊന്നു. ഇപ്പോൾ വേറൊരു കമാൻഡർ വന്നിട്ടുണ്ട്. അയാളാണോ അതോ അവരുടെ ഒരു മിലിറ്ററി അഡ്വൈസറുടേതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം കണ്ടു. അയാളാണോ ഭരിക്കണമെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇവർക്കൊന്നും എന്താ ഇവർ ഈ അമേരിക്കയുമായിട്ടുള്ള ഡീലിൽ ഒപ്പുവയ്ക്കാത്തതെന്ന് ചോദിച്ചാൽ മറ്റേ ഈ ഹാർഡ് കോർ ഇസ്ലാമിസ്റ്റുകളുണ്ട്. ഈ മറ്റേ കാട്ടു നിയമം അനുസരിക്കണം. കാര്യം പരിഷ്കൃത ലോകത്തിലാണ് നമ്മൾ ജീവിക്കണമെങ്കിലും അവർ ജീവിക്കണം ഇപ്പോഴും 13-ാം നൂറ്റാണ്ടിലെ 12-ാം നൂറ്റാണ്ടിലെ നിയമം വെച്ചിട്ടാണ്. ആ നിയമം അനുസരിച്ചിട്ടാണ് ഇവർ ലോകം മുഴുവൻ ഞങ്ങളുടെയാണ്, അല്ലെങ്കിൽ ഹോർമസ് സ്ട്രൈറ്റിൽ വേറെ ഒരു മനുഷ്യനെ ഞങ്ങൾ കയറ്റുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിലും മറ്റ് രാഷ്ട്രത്തലവന്മാർ പറയുന്ന കേട്ട് അവർ ഈ ഹോർമുസ് സ്ട്രൈറ്റിൽ നിന്നൊക്കെയുള്ള അവരുടെ കടുംപിടുത്തം അവസാനിപ്പിക്കുകയും അവരുടെ കയ്യിലുള്ള യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയവും അതല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബോ ഏതെങ്കിലും അവർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിനെ ഏൽപ്പിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ഏതായാലും എന്താവും മുസ്തഫയുടെ ഭാവി എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. യുദ്ധം കനക്കുമെന്നാണ് ഇറാനിൽ നിന്നുള്ള അവസാനത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. യുദ്ധം ഇനിയും ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം.
നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.